സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ കൃത്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയ 3 വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള ആളുകളെ കൊണ്ടുകൂടി നിറഞ്ഞ ഒരു സദസ്സുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വർഗീയ കാലത്തെ ഇന്ത്യൻ സിനിമ എന്ന വിഷയത്തിൻ്റെ ഒരു അവതരണം നടത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. ഈ പരിപാടിയുടെ നോട്ടീസ് കിട്ടിയപ്പോൾ ഇതിൽ സംസാരിക്കാൻ, വിഷയം അവതരിപ്പിക്കാൻ ഉള്ള ആളുകളുടെ പേരുകൾ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ 3 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ചരിത്രകാരനായിട്ടുള്ള ബിപിൻ ചന്ദ്രയുടെ കമ്മ്യൂണലിസത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കമ്മ്യൂണലിസത്തെ പറ്റിയിട്ട് പറയണത് കമ്മ്യൂണലിസം ബേസിക്കലി ആൻ ഐഡിയോളജി എന്നാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ലോക്കൽ ഓർ റീജിയണൽ, ഇറ്റ് ഈസ് എ നാഷണൽ വൈഡ് ഇഷ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മുടെ പ്രത്യയശാസ്ത്രം, വർഗീയതയെ നമ്മളൊരു പ്രത്യയശാസ്ത്രപരമായിട്ട് തന്നെ കാണേണ്ടതുണ്ടെന്നും അത് റേസിസം പോലെയോ കമ്മ്യൂണിസം പോലെയോ ഒക്കെ തന്നെ അതിനൊരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു അടിത്തറ കമ്മ്യൂണലിസത്തിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നു, ആളുകളുടെ മനസ്സിനെയാണത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ കമ്മ്യൂണലിസം നമ്മുടെ മൈൻഡിന് ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷമാണ് ശരിക്ക് അതാണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഉപോൽപ്പന്നമായിട്ട് ശരിക്ക് വർഗീയ ലഹളകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വർഗീയത പ്രത്യയശാസ്ത്രപരമായിട്ട് സമൂഹത്തിലേക്ക് വരുന്നു. അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ട മനസ്സിൽ നിന്നാണ് ആ മനസ്സിൽ പെട്ട ആളുകളെ എളുപ്പത്തിൽ തീവണ്ടി കത്തിക്കുവാനോ അല്ലെങ്കിൽ പള്ളി പൊളിക്കാനോ ഒക്കെ എളുപ്പത്തിൽ പാകത്തിൽ ആക്കിയെടുക്കാൻ, പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആശയ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ടുള്ള ബാക്കപ്പ് ഇതിനുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് പറ്റി പറയാം. രണ്ടാമത് എന്ന് പറയുന്നത് സിനിമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഫാസിസത്തെക്കുറിച്ചിട്ട് ഇതിനു മുമ്പ് നടന്ന സെഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സിനിമയും ഫാസിസവും വർഗീയതയും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നും അതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലറെക്കുറിച്ച് കൃത്യമായിട്ട് ഉള്ള സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗീബൽസ് അന്നത്തെ സിനിമാക്കാരോട് നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിനിമകളുടെ ഒരു ചരിത്രം എടുത്ത് കഴിഞ്ഞാൽ, ഞാൻ സിനിമയെക്കുറിച്ചിട്ട് ആധികാരികമായി പറയാൻ ആളല്ല, എങ്കിലും ഈ മെയ് 3-ാം തീയതി ഫ്രണ്ട് ലൈനിലിറങ്ങിയ ഈ ഇന്ത്യൻ സിനിമകളെക്കുറിച്ചിട്ടുള്ള, വർത്തമാന ഇന്ത്യൻ സിനിമകളെക്കുറിച്ചിട്ടുള്ള 2-3 ലേഖനങ്ങളുണ്ട്. ആ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ 60കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിനിമകളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ ഒരു സ്വാധീനം, അവരുയർത്തിപ്പിടിച്ച മൂല്യങ്ങളൊക്കെ സിനിമയിലെ പ്രമേയങ്ങളായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സെക്കുലറിസവും മൾട്ടി കൾച്ചറലിസവും കമ്മ്യൂണൽ ഹാർമണിയൊക്കെയാണ് അതിൻ്റെ പ്രമേയങ്ങളിൽ വരുന്നത്. മദർ ഇന്ത്യ പോലുള്ള സിനിമകളെയാണ് അതിന് ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇനി 80കളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 80കളിൽ വന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള ഭരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള തന്നെ സിനിമകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആഗതൻ പോലുള്ള സിനിമകൾ,
ഡൽഹി ടൈംസ് പോലുള്ള സിനിമകളൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. പക്ഷേ 2024 നമ്മൾ ഈ വർഗീയവൽക്കരണ കാലത്തെ സിനിമകളിലേക്ക് കടന്നു വരുമ്പോൾ ആ ആദ്യ 2 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നത്തെ സിനിമകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അന്നത്തെ സിനിമകൾ ഒന്നും തന്നെ ചരിത്രത്തെ അപനിർമ്മിക്കാനോ അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തി എഴുതാനോ അല്ലെങ്കിൽ അതിനെ ഒരു മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ വസ്തുതകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് അന്നത്തെ സിനിമകൾ ഉണ്ടായതെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ഫാസിസ്റ്റ് കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, വസ്തുതാപരമല്ലാത്ത നരേറ്റീവുകളാണ് സിനിമകളായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നരേറ്റീവുകൾ പറ്റി പറയുമ്പോൾ ഈ സിനിമകളൊക്കെ ഏത് സമയത്താണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മളൊരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ 2023, 22, 24 ഈ ഇലക്ഷൻ വരെയുള്ള കാലഘട്ടത്തിലാണ് ഒരുപാട് സിനിമകൾ നമുക്ക് മുന്നിലേക്ക് റിലീസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ സിനിമ എന്ന് പറയുന്നതിൻ്റെ ചരിത്രവും ഇത്തരം പുതിയ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടായിരിക്കുന്ന കാലം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ കാലമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ അനുബന്ധിച്ച് വന്നിരിക്കുന്ന 10 സിനിമകളാണ് 2023 ശേഷം കൃത്യമായിട്ട് ജിങ്കോയിസ്റ്റിക് ഫിലിംസ് എന്നൊക്കെയാണ് പറയുന്നത്. അതിദേശീയതയൊക്കെ വളർത്തുന്ന സിനിമകളാണ്. ബസ്തർ പോലുള്ള സിനിമകളൊക്കെ അത്തരത്തിലുള്ള ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി JNUവിനൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള സിനിമകളൊക്കെ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റൊരു വശത്ത് കൃത്യമായിട്ട് 2023 നമ്മുടെ ഒരു റിയൽ കേരള സ്റ്റോറീസിനെയൊക്കെ മറച്ചുകൊണ്ടുള്ള നരേറ്റീവുമായിട്ട് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന മറ്റൊരു സിനിമ രംഗത്ത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, നമ്മുടെ യഥാർത്ഥ കേരള സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ കളിയാട്ടക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം തന്നെ നിലനിൽക്കുന്നത്. അവിടെ കോഴിക്കളിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കുലറായിട്ടുള്ള പൊയ്ക്കുതിരകളൊക്കെ വന്ന് മമ്പുറം തങ്ങളെയൊക്കെ വണങ്ങുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം റിയൽ ആയിട്ടുള്ള കേരള സ്റ്റോറീസിനപ്പുറം പുതിയ നരേറ്റീവുകളാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൃത്യമായിട്ട് കേരള സ്റ്റോറി പോലുള്ള സിനിമയിലൂടെ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ രംഗത്ത് വന്ന സമയം കൂടിയാണ് ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിനെ ഈ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനം തന്നെ പറയുന്നത് അൺഒഫീഷ്യൽ മാനിഫെസ്റ്റോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളുണ്ട്, അവർ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളത്. പക്ഷേ ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളെന്ന് പറയുന്നത് അൺഒഫീഷ്യൽ മാനിഫെസ്റ്റോസ് ആയിരുന്നു. അതൊരുപക്ഷെ എന്താവണമെന്നില്ല, വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളൊന്നും നേരിടുന്നില്ല എങ്കിലും സമൂഹത്തിലേക്ക് അത് ഐഡിയോളജിക്കലായി ബിപിൻ ചന്ദ്രയുടെ വാക്കുകളെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ കൈമാറുന്നതിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതും അത് വിനിമയം ചെയ്യപ്പെട്ടിട്ടുള്ളതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അവസാനം എൻ്റെ 3ാമത്തെ പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് ലൈനിൽ തന്നെ പറയുന്ന ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നതൊരു പോസ്റ്റ് മീഡിയറ്റൈസ്ഡ് സൊസൈറ്റിയിലാണ് എന്നാണ് ആ ഒരു ലേഖനത്തിൽ പറയണത്. അപ്പോൾ എല്ലാ കാലത്തും ഭരണകൂടത്തിന് ഒരു കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ടായിരുന്നു. ആ അജണ്ടകൾ പലപ്പോഴും സ്റ്റേറ്റ് എന്ന രീതിയിൽ അത് ജനങ്ങളിലേക്ക് അത് സംവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യകാലത്തെ സിനിമകളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് റിസീവ് ചെയ്യുന്ന ആളുകൾ, പ്രേക്ഷകരെന്നൊക്കെ പറയുന്ന ആളുകൾ അവിടെ പാസീവായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ജസ്റ്റ് ആ സിനിമ കാണുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പോസ്റ്റ് മീഡിയറ്റൈസ്ഡ് സൊസൈറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾക്കൊക്കെ നമ്മുടെ മുന്നിലേക്ക് സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾ നമ്മൾ കേവലം ഒരു പ്രൊപ്പഗാൻഡ ബേസ്ഡ് ആയിട്ടുള്ള ജിങ്കോയിസ്റ്റിക് ഫിലിമുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് കേവലം നമ്മൾ കാഴ്ചക്കാരായി അതിനെ കണ്ടുകൊണ്ട് പാസീവായി ഇരിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും സ്റ്റേറ്റിൻ്റെ ആ പ്രൊപ്പഗാൻഡ അത് കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും മറ്റുള്ളവരിലേക്ക് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു ലേഖനത്തിൽ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ സിനിമയുടെ ട്രെയിലറുകൾ അല്ലെ, നമ്മൾ ട്രെയിലറുകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ട്രെയിലറുകൾ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, അങ്ങനെയാണ് ആ ട്രെയിലർ എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ വരുന്നത് എങ്കിൽ ഇന്ന് ഈ ട്രെയിലറുകൾ ഇത്തരം വർഗീയവൽക്കരണ കാലത്തെ ഇന്ത്യൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി തന്നെ നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഓരോ നരേറ്റീവുകൾ അതിങ്ങനെ പടച്ചു വിടുന്ന ഒന്നായിട്ട് തന്നെയാണ് നമ്മുടെ ആളുകൾക്കിടയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നില്ലെങ്കിലും നമ്മുടെ പിന്നെ വാട്സപ്പിലേക്ക് ഈ ട്രെയിലറുകൾ വരുന്നു. ആ ട്രെയിലറുകളിലൂടെ എന്താണ് ഈ നരേറ്റീവുകൾ, അത് വസ്തുതാപരമല്ലാത്ത നരേറ്റീവുകൾ സിനിമയുടെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കും വരെ ആ പുതിയ പുതിയ ട്രെയിലറുകൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഇറങ്ങുന്നു. നമ്മളത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്ന സമൂഹമായിട്ട് മാറുന്ന ഒരു കാലം കൂടി ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വർഗീയതയെ ഒരു സാംസ്കാരികപരമായിട്ട് തന്നെ നമ്മൾ അത് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1997 മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷൻ കിട്ടിയ ഗുരു എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നു. ആ സിനിമ തുടങ്ങുന്നത് തന്നെ കൂട്ടിയിട്ട ശവശരീരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വർഗീയതക്കെതിരായിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള വർഗീയതയുടെ തുറന്നു കാട്ടുന്ന ആശയപരമായിട്ട് പ്രതിരോധിക്കുന്ന സിനിമകൾ നമ്മൾ ഇറക്കുകയും അല്ലെങ്കിൽ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ തുടങ്ങിയത് ചരിത്രകാരനായിട്ടുള്ള ബിപിൻ ചന്ദ്രയിൽ നിന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് ചരിത്രകാരനായിട്ടുള്ള KN പണിക്കരുടെ ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ടാണ്. 2005 അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖത്തിൽ, അന്ന് ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞ് AB വാജ്പേയിയുടെ ഗവൺമെൻറ്, NDA ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയപ്പെട്ടു പോയെങ്കിലും ആ സമയത്താണ് KN പണിക്കറുമായിട്ടുള്ളൊരു അഭിമുഖം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ അഭിമുഖത്തിൽ പറയുന്നത് 2019 ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചാൽ പോലും ഒരുപക്ഷെ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നത് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. 19 മാറി 2024 നമ്മൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് അധികാരത്തിലേക്ക് എന്നിട്ട് പോലും എത്താൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കേവലം BJPയെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുക എന്നും പറയുന്ന ഒരു കേവലമായിട്ടുള്ള അധികാരത്തിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് തെരഞ്ഞെടുപ്പുകളെയും അതുപോലെ ഈ വർഗീയതയൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതേതര കക്ഷികൾ എന്നാണോ അതിനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നത്, അന്ന് മാത്രമേ നമുക്ക് ഈ വർഗീയതയെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏതായാലും ഞാനിവിടെ ഈ വിഷയം എൻ്റേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ വാക്കുകൾ നിങ്ങളെപ്പോലെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.